വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും ശ്രേഷ്ഠരായ എപ്പിസ്കോപ്പന്മാരെ, വൈദിക സഹോദരങ്ങളെ, മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, വിശുദ്ധ അന്ത്രയോസ് ബാവായുടെ ഓർമ്മ പെരുന്നാൾ അദ്ദേഹം ജീവിച്ചിരുന്ന ഓരോ ദേവാലയങ്ങളിലും അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുവാൻ തക്കവണ്ണം വളരെ സമുചിതമായി ആഘോഷിക്കുകയാണ്. ദൈവം നടത്തുന്ന ഒരോർമ്മയാണ്. 1000 മക്കളോ കുടുംബമോ ഒക്കെ ഉണ്ടായാൽ പോലും നടത്താത്ത വിധത്തിലുള്ള ഒരു ശ്രേഷ്ഠമായ ഓർമ്മ അദ്ദേഹത്തിന് ലഭിക്കുന്നു എന്നുള്ളത്, അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്കൊന്നും ലഭിക്കുന്നില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ സ്മരണ നമ്മൾക്ക് ആശ്വാസവും സന്തോഷവും ആശ്രയവുമാകത്തക്കവണ്ണം ശ്രേഷ്ഠമായിരിക്കുന്നു എന്നുള്ളത് ദൈവം കൊടുക്കുന്ന ഒരു വലിയ ദാനമാണ്. ഓർമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്മൃതിപഥത്തിൽ അന്ത്രയോസ് ബാവ ഇന്ന നൂറ്റാണ്ടിൽ ഇവിടെ വന്നു, ഇന്നിടത്തൊക്കെ താമസിച്ചു, ഇന്നിടത്ത് കബറടങ്ങി എന്നൊക്കെയുള്ള ചരിത്രപരമായ അറിവുകൾ നമ്മുടെ മനോമുകുരത്തിലേക്ക് കൊണ്ടുവരുന്നതിനേക്കാൾ ഉപരിയായി ഓർമ്മയ്ക്ക് മറ്റ് തലങ്ങളുണ്ട്. ആ ഓർമ്മ ഓരോ നിമിഷവും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്നതാണ്. നമ്മൾ ഓരോരുത്തരും ഈ ലോകത്ത് ജീവിക്കുന്നത് ഇതുപോലെയുള്ള അനേകം ഓർമ്മകളുടെ ഒരു സമാഹാരമായിട്ടാണ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ഒരുപാട് സ്മരണകൾ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലും അടങ്ങിയിരിക്കും. ബാഹ്യമായ ചേഷ്ടകളൊക്കെ നോക്കിയാൽ ഇന്നാരെ പോലെ ഇരിക്കുന്നു, അവൻ്റെ സംസാരം ഇങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഘടനയും ഈ ഓർമ്മകളിൽ ക്രമീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ പല്ലെത്ര വിസ്തീർണം ഉണ്ടായിരിക്കണം, അതിനെത്ര ചരിവുണ്ടായിരിക്കണം, നമ്മുടെ കണ്ണെങ്ങനെയായിരിക്കണം, നെറ്റി എങ്ങനെയായിരിക്കണം എന്ന് വേണ്ട ആയിരക്കണക്കിന് ഓർമ്മകൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ വഹിക്കുന്നുണ്ട്. ഒരേ സാഹചര്യത്തിലും ഒരേ ഭക്ഷണം ഒക്കെ തന്ന് ജീവിപ്പിച്ചാലും വളർത്തിയാലും ഈ സ്മരണകൾ അനുസരിച്ചാണ് നമ്മുടെ ബാഹ്യമായ ഫിസിക്കൽ ബോഡി രൂപപ്പെടുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയമായ ഓർമ്മകൾ നമ്മൾ വഹിക്കുന്നുണ്ട്. പൂർവ്വപിതാക്കന്മാരുടെ ഒരുപാട് അനുഗ്രഹങ്ങൾ, സ്മരണകൾ നമ്മളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതൊരിക്കലും മറന്നു പോകരുത്. വിദേശത്തൊക്കെ ആയിരിക്കുമ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾ പറഞ്ഞിരിക്കുന്നത് കേട്ടിട്ടുണ്ട്, തിരുമേനി, എൻ്റെ അപ്പച്ചൻ്റെ പ്രാർത്ഥനയാണ് ഞങ്ങളെ ഈ നിലയിലാക്കിയിരിക്കുന്നത്, എൻ്റെ അമ്മയുടെ കണ്ണുനീരാണ് എന്നെ ഈ നിലയിലാക്കിയിരിക്കുന്നത് എന്ന് സാക്ഷ്യം പറയുന്ന അനേകം ആളുകളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പൂർവ്വപിതാക്കന്മാർ ചെയ്തിട്ടുള്ള നല്ല ഓർമ്മകൾ, സ്മരണകൾ അവരുടെ അനന്തര തലമുറയിലൂടെ കടന്നു പോകുന്നു. ചില അവസരത്തിൽ ദുഃഖകരമായ ഓർമ്മകളാണ് പിന്നെ അനുഗ്രഹകരമായി തീരുന്നത്. സ്തേഫാനോസ് സഹദായുടെയും ഗീവർഗീസ് സഹദായുടെയും ഒക്കെ മരണം നോക്കിക്കഴിഞ്ഞാൽ വളരെ ദുഃഖകരമായ അനുഭവമാണ്. രക്തം ചിന്തി വളരെ ദാരുണമായിട്ടാണ് കടന്നു പോകുന്നത്. ആ ഓർമ്മ ഒരിക്കലും സന്തോഷകരമായ ഓർമ്മയില്ല. എന്നാൽ നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ അവരുടെ സ്മരണ സന്തോഷവും ആനന്ദവും പ്രത്യാശയും പകരുന്ന ഓർമ്മകളായി മാറുന്നു. കാരണം അവർ ദൈവത്തോടുള്ള ബന്ധത്തിലാണ് അവരുടെ ജീവിതത്തെ ക്രമീകരിച്ചത്. അതുകൊണ്ട് നമ്മുടെ ഭൗതികമായ സാധാരണ ഭാഷയിൽ നോക്കിയാൽ ചില ദുഃഖകരമായ അനുഭവങ്ങളെന്ന് തോന്നാവുന്നെങ്കിൽ, പരിമല തിരുമേനി 54-ാമത്തെ വയസ്സിൽ രോഗിയായിട്ടാണ് മരിച്ചത്. ദുഃഖകരമായ ഒരു ഓർമ്മയാണ്. പക്ഷേ നൂറ്റാണ്ടുകൾക്ക് ശേഷം അത് പ്രത്യാശയും സന്തോഷവും ആനന്ദവും ഒക്കെ നൽകുന്ന ഓർമ്മയായി അത് പരിണമിക്കുന്നു. അപ്പോൾ ആ ഓർമ്മയ്ക്ക് ലഭിക്കുന്ന ആ മാറ്റം അവർ ദൈവത്തോട് ചേർന്ന് നടന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഭൗതികമായ ചില സാഹചര്യങ്ങളുടെ ഓർമ്മയല്ല, ആ സാഹചര്യത്തിൽ എങ്ങനെ വന്നു എന്ന് നമ്മുടെ മനസ്സിൽ കൂടെ ഓർക്കുന്നതല്ല, അവരെങ്ങനെ ദൈവത്തെ സാക്ഷീകരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഓർമ്മ ശ്രേഷ്ഠമായി തീരുമ്പോൾ അതിന് കാരണം അവരുടെ ജീവിതം ദൈവത്തിൽ അടിസ്ഥാനപ്പെട്ടിരുന്നു. അന്ത്രയോസ് ബാവ പുത്തങ്കാവിലും മണർകാട്ടും അവസാനം കല്ലടയിലുമൊക്കെ താമസിച്ചതായി നമ്മൾ അറിയുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹം ചെന്നു ചേർന്ന മേഖലകളിലെല്ലാം
നാനാജാതി മതസ്ഥരുടെ സന്തോഷവും ആനന്ദവും പ്രത്യാശയും പകരുന്ന ഓർമ്മയായി അദ്ദേഹത്തിൻ്റെ ജീവിതം പരിണമിച്ചു. അതിൻ്റെ വ്യക്തമായ ഹിസ്റ്റോറിക്കലായിട്ടുള്ള തെളിവുകളൊന്നും നമ്മുടെ കയ്യിലില്ല. അദ്ദേഹം എന്തെങ്കിലും ചെയ്തതായിട്ട് നമുക്കറിവില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്മരണ അനുഗ്രഹമുള്ളതാണ്. ആയിരക്കണക്കിനാണ്. നാളെ കല്ലടയിലോട്ട് നിങ്ങൾ ചെന്നാൽ അറിയാം, നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ കണ്ണുനീരോടുകൂടി അന്നോടെ പ്രാർത്ഥിക്കുന്നു. ആ ഓർമ്മ അനുഗ്രഹമുള്ളതായി മാറുന്നു. ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ അവരുടെ ജീവിതത്തെ ക്രമീകരിച്ചതാണ് ആ ഓർമ്മ ശ്രേഷ്ഠമായി തീരുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ ജീവിക്കുമ്പോൾ ഈ ഓർമ്മ അനുഗ്രഹമുള്ളതാക്കി തീർക്കുവാൻ, അനന്തര തലമുറ നമ്മളെക്കുറിച്ച് സന്തോഷിക്കുവാൻ, അനന്തര തലമുറ അനുഗ്രഹമുള്ളതായി തീരുവാൻ ആ ഓർമ്മകളെ രൂപപ്പെടുത്തുന്ന സമയത്താണ് നമ്മളിവിടെ ജീവിക്കുന്നത്. നമ്മളിവിടെ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും ഓർമ്മകളായി അനന്തര തലമുറയിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഈ സാധാരണക്കാരന് ഒരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം അവന് നഷ്ടമാകുകയില്ല. ഇന്ന് വായിച്ച ഏവൻകവന് വളരെ ശ്രദ്ധാപൂർവ്വം ഒരു കാര്യം പറയുന്നുണ്ട്. അറയിൽ ചെവിയിൽ മന്ത്രിച്ചത് പെരപ്പുറത്ത് ഘോഷിക്കപ്പെടും. ചെവിയിൽ മന്ത്രിച്ചതാണ്, അറയ്ക്കകത്തിരുന്നാണ് പറഞ്ഞത്. പക്ഷേ അതെല്ലാവരും അറിയപ്പെടും. കാരണം നല്ല പ്രവൃത്തികൾക്ക് ഒരിക്കലും മറിഞ്ഞിരിക്കുവാനായിട്ടൊക്കെയില്ല. പ്രാർത്ഥനയുടെ പ്രതിഫലം നഷ്ടമാകുവാൻ ഒരിക്കലും ഒക്കുകയില്ല. ചിലപ്പോഴത് താമസിച്ചെന്ന് വരാം, എന്നാലും അതിൻ്റെ പ്രതിഫലം നഷ്ടമാകുകയില്ല എന്നുള്ളത് അന്ത്രയോസ് ബാവയുടെ ജീവിതത്തിലൂടെ നമ്മൾ കാണുന്നതാണ്. വിദേശത്ത് നിന്ന് വന്നു, നാളും പേരും ആളും ബന്ധുജനങ്ങളൊന്നുമില്ലാതെ ദേവാലയങ്ങളിൽ താമസിച്ച് പ്രാർത്ഥിച്ച് ഈ ലോകം വിട്ട് കടന്നുപോയി. നമ്മുടെ ഭാഷയിൽ, നമ്മുടെ ചിന്താഗതിയിലുള്ള വലിയ നേട്ടങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം ചെയ്തത് ദൈവത്തെ വിളിച്ചു എന്നുള്ളതാണ്, ഭക്തിയോടെ ജീവിച്ചു എന്നുള്ളതാണ്. ആ ഓർമ്മയാണ് ഇന്ന് നമുക്ക് അനുഗ്രഹമായിരുന്നത്. അതുകൊണ്ട് രണ്ടാമത് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നമുക്കും ഇതുപോലെയുള്ള ഓർമ്മ രൂപപ്പെടുത്തണം. നമുക്ക് ലഭിക്കുന്ന 10, 50, 60, 80 വർഷക്കാലം നമ്മളിവിടെ ജീവിക്കുമ്പോൾ ശ്രേഷ്ഠമായ ഓർമ്മകൾ രൂപപ്പെടുത്തുവാനായിട്ട് സാധിക്കണം. മനുഷ്യർക്ക് നന്മ ചെയ്യുവാൻ സാധിക്കണം. പ്രാർത്ഥന ഒരു വലിയ നിക്ഷേപമാണ്. പ്രാർത്ഥന ഇന്ന് കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ ദുര്യോഗം. എല്ലാം ചെറുതാക്കി വന്നപ്പോൾ ഏറ്റവും ചെറുതായി പോയത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുവാനിരിക്കുവാൻ നമുക്ക് സമയമില്ല. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സമയമുണ്ട്. നല്ല പ്രവൃത്തികൾ ചെയ്യുവാൻ നമുക്ക് ആഗ്രഹമുണ്ട്, എങ്കിലും ചെയ്യുന്നില്ല. അത് വലിയ പെരപ്പുറത്ത് ഘോഷിക്കുന്നതാണ് ഒരു പക്ഷേ നമ്മൾ ചെയ്തെന്നിരിക്കും. പക്ഷേ രഹസ്യമായി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നന്മയുള്ളവരായി, തെളിമയുള്ളവരായി തീരുമ്പോൾ അത് നൂറ്റാണ്ടുകൾക്ക് ശേഷം അവരെക്കുറിച്ചുള്ള ഓർമ്മ ശ്രേഷ്ഠമായി തീരും. ഇവിടെ കാടുവെട്ടൂരൊരു പള്ളിയുണ്ട്, പേരുശ്ശേരിയിൽ ഒരാളുണ്ട്. ഇവരെക്കുറിച്ചൊന്നും നമുക്കറിയാൻ പാടില്ല. പക്ഷേ അനേകം ആളുകളുടെ ആദരവ് പിടിച്ചു പറ്റുവാൻ തക്കവണ്ണം അവർ ദൈവസന്നിധിയിൽ ശ്രേഷ്ഠരായി ജീവിച്ചു എന്നുള്ളതാണ്. ഒന്നും എഴുതി വച്ചിട്ടില്ല, കുടുംബ ബന്ധങ്ങളില്ല, നേട്ടങ്ങൾ പറയാനൊന്നുമില്ല. അവരുടെ നേട്ടം അവർ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു ഓർമ്മ രൂപപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. നമുക്ക് ആശ്രയിക്കുവാനുള്ളത് ദൈവത്തിൽ മാത്രമാണ്. നമ്മുടെ പണവും ശക്തിയും നമ്മൾ സമ്പാദിക്കുന്നത് പലതും നമ്മളെ വിട്ടുപോകും. അതൊക്കെ നഷ്ടമായി പോവും, മറ്റുള്ളവരുടെ അധീനതയിലായി പോവും. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ നന്മയും അതൊരിക്കലും നഷ്ടമാകുകയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില കുഞ്ഞുങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ വളരെ താഴ്ന്ന ജീവിതത്തിൽ വിദ്യാഭ്യാസമില്ലാതെ സാധാരണക്കാരായ നിഷ്കളങ്കരായ മാതാപിതാക്കളുടെ കണ്ണുനീരും പ്രാർത്ഥനയും ആ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസമുള്ളവരും സമൂഹത്തിൽ ശ്രേഷ്ഠരുമായി ഉയർത്തുവാൻ തക്കവണ്ണം അദൃശ്യമായി പ്രവർത്തിച്ച നല്ല ഓർമ്മകൾ അനേകം ആളുകൾ അയവിറക്കുന്നത് നേരിട്ട് കേൾക്കുവാൻ സാധിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ആ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യുവാനുള്ളത് അടുത്ത തലമുറയെ അനുഗ്രഹമുള്ളതാക്കി തീർക്കണമെങ്കിൽ നമ്മുടെ ജീവിതം നൈർമല്യമുള്ളതാകണം, നന്മയുള്ളതാകണം, ശ്രേഷ്ഠമായി തീരണം, പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളുണ്ടാകണം.
ഈ അടുത്ത സമയത്ത് ഒരു പഴയ കോർപ്പിസ്കോപ്പായ കണ്ടപ്പോൾ വളരെ വാർദ്ധക്യത്തിലിരിക്കുകയാണ്. തിരുമേനി സെമിനാരിയിൽ എടുക്കുമ്പോൾ ഡിഗ്രി ഒന്നും നോക്കരുത്, ഒരു കാര്യമേ നോക്കാവൂ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളാണോ അവൻ റെഡിയാകുമെന്ന്. വളരെ ദീർഘമായ പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തിൽ അദ്ദേഹം പറയുകയാണ്. ലോകപ്രകാരമുള്ള ഡിഗ്രിയും മറ്റതൊന്നുമല്ല, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ്. തീമോത്തിയോസിനോട് പറയുന്നുണ്ട്, നിൻ്റെ വല്യമ്മയിലും നിൻ്റെ അമ്മയിലും അത് നിന്നിലും ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നുവെന്ന് പറയാൻ കാരണം പിതാക്കന്മാരിൽ നിന്ന് ഊറി വന്നിട്ടുള്ള ആ പ്രാർത്ഥനാനുഭവം കുഞ്ഞുങ്ങൾ ഒരിക്കലും നഷ്ടമാകുകയില്ല. അതുകൊണ്ട് രണ്ടാമത് ഓർപ്പിക്കുന്ന കാര്യം, നമ്മുടെ ജീവിതത്തിൽ നല്ല ഓർമ്മകൾ സൃഷ്ടിക്കുവാൻ ദൈവം ആരോഗ്യം തരുന്നിടത്തോളം കാലം നന്മകൾ ചെയ്യുവാൻ സാധിക്കണം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമ്പാദിക്കുന്നതൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് വരും, എന്നാൽ നഷ്ടപ്പെട്ടു പോകാത്ത നിക്ഷേപം ആർജിക്കുവാൻ സാധിക്കും. ക്രിക്കറ്റിൻ്റെ വലിയ ക്യാപ്റ്റനായ സച്ചിൻ തെണ്ടുൽക്കർ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ സമ്മാനങ്ങളെല്ലാം നിരത്തി വെച്ച് അദ്ദേഹത്തിൻ്റെ പിതാവിനെ കാണിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം വന്ന് പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. ഇതിന്നാര് കൊണ്ടുവന്നതാണ്, ഇതിന്നാര് തന്നതാണ്, എല്ലാം വളരെ ശ്രേഷ്ഠമായ സമ്മാനങ്ങൾ ഓരോന്നും അദ്ദേഹം ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തു. അവസാനം ആ പിതാവ് പറയുകയാണ്, മോനെ, ഈ നിക്ഷേപമൊക്കെ നഷ്ടപ്പെട്ടു പോകും, നഷ്ടപ്പെട്ടു പോകാത്ത നിക്ഷേപം നീ സ്വീകരിക്കണം. ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതാണ്, എന്നാൽ നഷ്ടപ്പെട്ടു പോകാത്തത് നീ സൂക്ഷിക്കണം. അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ നിങ്ങൾ പത്രത്തിൽ വായിച്ചെങ്കിൽ മനസ്സിലാകും, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടത്തിയ ഓരോരുത്തരെയും ചെറുതെന്ന് കരുതുന്നവരെ പോലും സ്മരിക്കുവാൻ ആ ഉന്നത സംഘത്തിലിരിക്കുന്ന മനുഷ്യന് സാധിച്ചത് ഈ നല്ല അനുഭവങ്ങളിൽ കൂടെ വളർത്തപ്പെട്ടതുകൊണ്ടാണ്. അതുകൊണ്ട് അനന്തര തലമുറയെ അനുഗ്രഹമുള്ളതാക്കി തീർക്കുവാൻ നമ്മളുടെ ഓർമ്മകൾ ശ്രേഷ്ഠമായി തീരണം. നമ്മൾ കാണുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഓർമ്മകളായി നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഓർമ്മകളാണ് അനന്തര തലമുറയിലൂടെ പ്രകാശിതമാകുന്നത്. അവരെ അനുഗ്രഹമുള്ളവരാക്കി തീർക്കണമെങ്കിൽ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കണം. പഴയ കാലത്ത് പുതിയാവിലും പുത്തങ്കാവിലും തെരുവിലുമൊക്കെ നടന്നു പോകുമ്പോൾ യാമപ്രാർത്ഥനകൾ ചൊല്ലുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ഇന്ന് ടി വിയുടെ ഞെരുക്കം മാത്രമേ ഉള്ളൂ, അട്ടഹാസം മാത്രമേ ഉള്ളൂ. നീതിമാന്മാരുടെ കൂടാരത്തിൽ മൗത്വത്തിൻ്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് പറയുന്ന ശ്രേഷ്ഠമായ ശബ്ദം കേൾക്കുന്ന ഭവനങ്ങൾ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റേതായ അപജയങ്ങൾ നമ്മൾ സൃഷ്ടിയിലും ഈ പ്രകൃതിയിലുമൊക്കെ കാണുന്നു. മൂന്നാമതായിട്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നമ്മുടെ പ്രകൃതിയും കാലാവസ്ഥകളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ബുദ്ധിയായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ അടുത്ത സമയത്ത് 1-2 ഫാമുകളൊക്കെ സന്ദർശിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഈ ആധ്യാത്മിക കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ജനങ്ങളെ ബോധവാന്മാരാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. നമ്മൾ പ്രകൃതിയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്, മണ്ണിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പള്ളി വെച്ചിടുന്ന ഒരു ശകലം മണ്ണല്ലാതെ ഒട്ടും കിട്ടുന്നില്ല, കോൺക്രീറ്റിനകത്തിരിക്കുകയാണ്. ജനിക്കുന്നത് മുതൽ മണ്ണുമായിട്ട് ബന്ധമില്ലാത്ത ഒരു സംസ്കൃതി നമ്മൾ രൂപപ്പെട്ടിരുത്തി. പണ്ട് നമ്മുടെ ഭവനങ്ങളിൽ നോഹയുടെ പെട്ടകത്തിലുണ്ടായിരുന്നത് പോലെ 1-2 പശുക്കൾ, ആട്, താറാവ്, കോഴി, പട്ടി, പൂച്ച, ഇങ്ങനെ ജീവജാലങ്ങളുടെ ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് നമ്മൾ ജീവിച്ചിരുന്നത്. അത് ഇന്ന് മനുഷ്യൻ മാത്രമുള്ളൊരു സംസ്കൃതിയായി രൂപപ്പെട്ടിരിക്കുകയാണ്. പണ്ട് 1-2 സെൻറ്റ് വിസ്തീർണത്തിലുള്ള മിറ്റം ഈ അമ്മച്ചിമാരൊക്കെ തൂത്തിരുന്നു. അവർക്ക് ലങ്സിനൊരു കുഴപ്പവും പറ്റിയിട്ടില്ല. 10ഉം 12ഉം പ്രസവിച്ചിരുന്നു. പിള്ളേരെ 1-2 വയസ്സ് വരെ മുലയൂട്ടിയിരുന്നു. ശരീരത്തിലെ ഒരവയവങ്ങൾക്കും കേടുപറ്റിയിട്ടില്ല. നിലത്തിരുന്ന് പുകയൂതി അടുപ്പ് തീ കത്തിച്ചിരുന്നു, ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. ഇന്ന് മിറ്റം തൂക്കുന്നതിന് പകരം ടൈൽസ് ഇട്ടിരിക്കുക. മൃഗജാലങ്ങളൊന്നുമില്ല, മായം ചേർത്ത പാല് മേടിച്ച് കുടിച്ച് രോഗമാകുക. അമ്മയുടെ പാല് കുടിക്കാതെ മൃഗങ്ങളുടെ പാല് കുടിച്ച് മൃഗീയമായി കൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മരമൊക്കെ വെട്ടി പ്ലാസ്റ്റിക് വെച്ച് അങ്ങനെയുള്ള യാന്ത്രികമായ ജീവിതത്തിൽ നമ്മുടെ ബാങ്ക് ബാലൻസ് കൊണ്ടോ നമ്മുടെ ധനം കൊണ്ടോ നമുക്ക് ജീവിക്കുവാനൊക്കെയില്ല. പ്രകൃതി മുഴുവൻ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രാണവായുവിൻ്റെ അഭാവം
ഒരുപാടുണ്ടായിക്കൊണ്ട്. പണ്ട് ഒരു വീടിൻ്റെ മുമ്പിൽ ഒരു എഴുത്തിലുണ്ടായിരുന്നു, ഈ മൃഗജാലങ്ങൾക്ക് അതിൻ്റെ ലങ്സ് വലുതായതുകൊണ്ട് അതെടുക്കുന്ന ഓക്സിജൻ്റെ പകുതി എപ്പോഴും വെളിയിലോട്ട് വിട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ മുറ്റം എപ്പോഴും പ്രാണവായു സമൃദ്ധമായിരുന്നു. ചാണകം അപകടം കുറഞ്ഞ ഒരു വലിയ അണുനാശിനിയായിരുന്നു. പണ്ട് മുറവും മിറ്റവും ഒക്കെ തളിക്കുകയും അതുകൊണ്ട് മെഴുകുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇന്ന് സായിപ്പാണ് അത് കണ്ടുപിടിച്ചത്. മറ്റേത് അണുനാശിനികളെക്കാൾ ഈ വൈറസിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ ഇതിന് വലിയൊരു ശക്തിയുണ്ട്. ഇങ്ങനെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു സംസ്കൃതി മാറ്റി പ്രകൃതിയുമായി യാതൊരു ബന്ധവുമില്ലാതെ പണ്ട് വെള്ളം കോരുമായിരുന്നു, അരി ഇടിക്കുമായിരുന്നു, നെല്ല് കുത്തുമായിരുന്നു, സമ്മന്തി അരയ്ക്കുമായിരുന്നു. അവർക്ക് അസ്ഥിക്കൊന്നും തേയ്മാനമില്ലായിരുന്നു. അവർ 90 വയസ്സ് വരെ ഓടി പള്ളിയിൽ പോകുമായിരുന്നു. വളരെ പ്രത്യാശയോടുകൂടെ ജീവിതമാണ്. ഇന്ന് 50 കഴിയുമ്പോഴേ ശരീരത്തിന് താങ്ങാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ ശ്രദ്ധിക്കുവാനായിട്ട് ആധ്യാത്മിക കാര്യങ്ങൾ മാത്രമല്ല, ബുദ്ധിയായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ, ഈ പ്രകൃതിയെ അനുഗ്രഹമായി വിനിയോഗിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രകൃതി കോപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇപ്പോൾ പലയിടത്തും കണ്ടു തീ. പണ്ട് വെള്ളത്തിൻ്റെ കഴിഞ്ഞു, ഇനിയും തീയുടേതാണ്. പിടിച്ചാൽ പോലും രക്ഷപ്പെടാൻ പാടില്ലാത്ത വിധത്തിൽ അന്തരീക്ഷം കാർബൺ ഡയോക്സൈഡ് കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രാണവായുവിൻ്റെ അഭാവം. 10 വർഷത്തിന് മുമ്പ് മനുഷ്യൻ വെള്ളം കൊണ്ട് നടക്കുമെന്ന് പറഞ്ഞപ്പോൾ ആളുകൾ പരിഹസിച്ചു. ഇന്നെല്ലാവരും വെള്ളം കൊണ്ട് നടക്കുകയാണ്, കുടിക്കാനുള്ള വെള്ളം. അതുപോലെ ഒരു 10 വർഷം കഴിയുമ്പോൾ ഓക്സിജൻ്റെ ബോട്ടിലും കൊണ്ട് നടക്കേണ്ട ഒരനുഭവത്തിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രകൃതിയുമായി ബന്ധപ്പെട്ട് അനുരൂപപ്പെട്ട് ദൈവം തോട്ടം കാപ്പാനും അത് സൂക്ഷിപ്പാനും അത് സംരക്ഷിക്കുവാനും സൃഷ്ടിച്ച മനുഷ്യൻ അവൻ്റെ ജീവിതചര്യകൾ അതിനനുസരിച്ച് രൂപപ്പെട്ടില്ല എങ്കിൽ ഈ പ്രകൃതിയോടുകൂടി നമ്മൾ നശിക്കും. വലിയ സ്മാരകങ്ങളൊക്കെ ഉണ്ടാക്കിയാലും അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 8ാം ക്ലാസ് കഴിയുമ്പോൾ ഒരു കിടാവിനെ മേടിച്ചു കൊടുത്താൽ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെ സ്നേഹം കാണുമ്പോൾ അവനിലുള്ള മനുഷ്യത്വം ജീവിക്കപ്പെടും. ഇന്ന് അതിന് പകരം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജീവനില്ലാത്തൊരു ഉപകരണമാണ് മേടിച്ചു കൊടുത്തിരിക്കുന്നത്. രാവും പകലും ആണും പെണ്ണും വ്യത്യാസമില്ലാതെ അതിൽ കാണുന്ന വെർച്വൽ ഇമേജസ് കണ്ടുകൊണ്ട് ജീവിതം നാശത്തിലേക്ക് തള്ളി നീക്കുകയാണ്. ഒരു പ്രത്യാശയും നൽകുന്നതല്ല. ഒരു മൃഗജാലങ്ങളെ ലാളിക്കുമ്പോൾ അതിൻ്റെ സ്നേഹം ഏറ്റുവാങ്ങുമ്പോൾ നമ്മളിലുള്ള മനുഷ്യത്വം കൂടുതൽ സജീവമായി തീരും. ഒരു മരം നട്ട് അതിലൊരു വൃക്ഷം വെച്ച് അതിൻ്റെ ഫലം കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷം പോലെയാണ് ഈ മൃഗജാലങ്ങളെ സ്നേഹിക്കുമ്പോൾ ആ വാത്സല്യം ഏറ്റുവാങ്ങുമ്പോൾ നമ്മളിലുള്ള മനുഷ്യത്വം രൂപപ്പെടും. അതിന് പകരം നിർജീവമായ ഉപകരണങ്ങളിൽ ചുറ്റിക്കറങ്ങി നമ്മുടെ കുഞ്ഞുങ്ങൾ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കണ്ടുപിടുത്തങ്ങളും ആവശ്യമാണ്, പക്ഷേ അതിലുള്ള അമിതമായ ആശ്രയം അവരെ മനുഷ്യത്വമില്ലാത്തവരാക്കി തീർക്കുകയാണ്. മാതാപിതാക്കളോട് ഒട്ടും കാരുണ്യമില്ലാതെ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു തലമുറയാണ് വളർന്നു വരുന്നത്. അതൊക്കെ അപകടത്തിൻ്റെ സൂചനയാണ്. അന്ത്രയോസ് ബാവ ഇവിടെ വന്ന് ദൈവത്തെ വിളിച്ചു. ദൈവവുമായിട്ടുള്ളൊരു ബന്ധമാണ്. അതൊരു രേഖയും എടുത്തില്ല എങ്കിലും ദൈവത്തിൻ്റെ നിക്ഷേപത്തിൽ എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിലാക്കി വെക്കണമേ എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവസന്നിധിയിൽ ആ പ്രാർത്ഥന വിലയേറിയതാണ്. അദ്ദേഹത്തിന് വലിയ കുടുംബവും ഒരുപാട് മക്കളുമൊക്കെ ഉണ്ടായിരുന്നാൽ നടത്തുന്നതിനേക്കാൾ വലിയ ഗംഭീരമായി ഒരു ദേശം മുഴുവൻ, അദ്ദേഹം താമസിച്ച പ്രദേശങ്ങളിലുള്ള ജനങ്ങൾ മുഴുവനും ഒന്നിച്ച അടിയന്തരം നടത്തിയ ഓർമ്മ ശ്രേഷ്ഠമാക്കുവാൻ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ തോന്നിക്കുവാൻ കാരണം അദ്ദേഹം നിർമ്മലതയോടെ ദൈവത്തെ സേവിച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതവും ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ, നമ്മുടെ നിഷ്കളങ്കമായ പ്രാർത്ഥന ദൈവസന്നിധിയിൽ നിക്ഷേപിക്കുവാൻ, അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത നിക്ഷേപമാണ്, വാടിപ്പോകാത്ത കിരീടമാണ്. അത് പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അല്ലാതെ ഇവിടെ ഒന്നും ഭക്ഷണം കഴിച്ചു പോകുന്നതിലല്ല. നമ്മുടെ ജീവിതം അതുപോലെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവവുമായിട്ടുള്ളൊരു അഭേദ്യ ബന്ധത്തിൽ നമ്മുടെ ഓർമ്മകളെ പവിത്രമാക്കുവാൻ സാധിക്കുമ്പോഴാണ് അനന്തര തലമുറയിലൂടെ നമ്മുടെ ജീവിതവും ജന്മവും ശ്രേഷ്ഠമായി തീരുന്നത്. ആയതുകൊണ്ട് പരിശുദ്ധ അന്ത്രയോസ് ബാവ ദൈവത്തെ മുൻനിർത്തി ദൈവത്തിൽ ആശ്രയിച്ച് നിഷ്കളങ്കമായി അദ്ദേഹം ജീവിച്ച് ആ ശ്രേഷ്ഠമായ സ്ഥാനത്തിന്
ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ എൻ്റെ ശുശ്രൂഷക്കാരും ഇരിക്കുമെന്ന് പറഞ്ഞതുപോലെ ശ്രേഷ്ഠമായ മാനത്തിന് ദൈവം അദ്ദേഹത്തിന് അർഹത നൽകിയതുപോലെ അദ്ദേഹത്തിൻ്റെ പെരുന്നാൾ സംബന്ധിക്കുന്ന നമ്മൾ ഓരോരുത്തരും നല്ല ഓർമ്മകൾ സൃഷ്ടിക്കുവാനും ആ ഓർമ്മകൾ അനന്തര തലമുറയ്ക്ക് തണലും പ്രത്യാശയും പകരുവാൻ ഇടയാകട്ടെ. ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായി നിങ്ങളിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.